കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഏർലി പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് വജൈനയിലും അതുപോലെ നമ്മുടെ ജെനിറ്റൽ ഏരിയയിലെ, അതായത് നമ്മുടെ ലോവർ അബ്ഡമന് താഴെയുള്ള നമ്മുടെ വജൈനയും വാൾവയും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മുടെ ജെനിറ്റൽ ഏരിയയിൽ ഉണ്ടാകുന്ന കുത്തുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ. ഇത് ആ ഒരു ഇന്നർ പാർട്ടിനകത്ത് നിന്നാണെങ്കിലും പുറമേ നിന്നാണെങ്കിലും കുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാവുന്നത് പോലെ അനുഭവപ്പെടുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ അനുഭവപ്പെടുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവരും PCOD ബുദ്ധിമുട്ടുള്ളവരും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോഴേക്കും പലപ്പോഴും ചിന്തിക്കുന്നത് ഈ സംഭവിക്കുന്നതെല്ലാം ഇതുകൊണ്ട് തന്നെ ഉണ്ടായതാണ് എന്നാണ്. പ്രഗ്നൻസിയുടെ ഒരു റീസൺ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് പലരും തന്നെ ചിന്തിക്കാറില്ല. ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ് വരുമ്പോഴേക്കും പലരും ചിന്തിക്കുന്നത് അത് പീരിയഡ്സ് ആയിരിക്കുമെന്നാണ്. പക്ഷെ ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ പറയുന്നുണ്ട് ചെറുതായിട്ടുള്ള സ്പോട്ടിങ് ഉണ്ടായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ ശരീരം ശ്രദ്ധിക്കാതിരുന്നിട്ട് ഈ ഒരു പ്രഗ്നൻസി പോകാതിരിക്കാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇനി എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ പീരിയഡ്സ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെ അതിന്റെ ബ്ലീഡിങ്ങിന്റെ തോത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യവും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജെനിറ്റൽസിൽ, നമ്മുടെ ലോവർ അബ്ഡമന് താഴെയുള്ള നമ്മുടെ ആ ഒരു പ്രൈവറ്റ് ഓർഗൻ സ്ഥിതി ചെയ്യുന്ന ആ ജെനിറ്റൽ ഏരിയയിൽ പലർക്കും പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ കുത്തുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ അനുഭവപ്പെടാറുണ്ട്. ഇതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 4 കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് റിലാക്സിൻ ഹോർമോണാണ്. നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ശരീരം കൂടുതലായിട്ട് പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ എന്ന് പറയുന്നത്. നമ്മുടെ യൂട്രസിന്റെ ചുറ്റുമുള്ള മസിൽസിനും ലിഗമെന്റ്സിനും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ശരീരം സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. സ്ട്രെച്ച് ആകുമ്പോഴേക്കും നോർമലി ഒരു പൊസിഷനിൽ തന്നെ നിന്നിട്ടുള്ള നമ്മുടെ അസ്ഥികളെല്ലാം കൂടി ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവിടെ ചേഞ്ചസും വേദനയും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. ഈ ഒരു പ്രഷർ നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും അതേ പുള്ളിംഗ് എഫക്ട് താഴേക്കുള്ള ഭാഗങ്ങളിലോട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടുമാണ് ലോവർ അബ്ഡമന് നേരെ താഴെയുള്ള ഈ ഒരു ഓപ്പണിംഗിൽ നമുക്ക് കുത്തുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ അനുഭവപ്പെടുന്നത്. ഏകദേശം നമുക്ക് പീരിയഡ് സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കുത്തുന്നത് പോലുള്ള ഒരു സെൻസേഷൻ ഉണ്ടായിട്ട് ബ്ലീഡിംഗ് പോയില്ലേ, ഏകദേശം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ റിലാക്സിൻ ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകും, നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകും. ഇടുപ്പിന് നേരെ താഴെയുള്ള പോർഷൻ ആയതുകൊണ്ട് നമ്മുടെ ജെനിറ്റൽ ഏരിയയിലും നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടാം കേട്ടോ. ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വേദനയായിരിക്കില്ല നമുക്ക് അനുഭവപ്പെടുന്നത്. കുറച്ചു നേരം കുത്തുന്നത് പോലെ നമുക്ക് തോന്നും. ഏകദേശം ഒരു 5-6 സെക്കൻഡ് നമുക്ക് കുത്തുന്നത് പോലെയുള്ള ഒരു വേദന ഉണ്ടാകും, പിന്നെ അത് പോകും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കുത്തുന്നത് പോലെ വേദന വരും, പിന്നെയും പോകും. അങ്ങനെയുള്ള രീതിക്കായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഒരുപാട് നേരം അങ്ങനെയുള്ള ഒരു പെയിൻ ആയിരിക്കില്ല കേട്ടോ നമുക്ക് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ നമുക്ക് മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോഴേക്ക് നമുക്ക് 1-2 ദിവസമൊക്കെ നമുക്ക് മോഷൻ പോകുന്നില്ല, അല്ലെങ്കിൽ പോകാനായിട്ട് മുഴുവനായിട്ട് പോകാത്ത പോലുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു മോഷൻ അവിടെ പിടിച്ചു നിൽക്കുന്നതിന്റെ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാതെ അങ്ങനെ സ്റ്റോർ ആയിട്ട് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള പെയിൻ അനുഭവപ്പെടാം. നമ്മുടെ ജെനിറ്റൽ ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ തുടയുടെ ഭാഗത്തുമൊക്കെ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനും പെയിനും നമുക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ നടുവിന്റെ ഭാഗത്തും നമുക്ക് വേദന അനുഭവപ്പെടാം കേട്ടോ. പ്രഗ്നൻസിയിൽ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പുഷ് ചെയ്തിട്ട് മോഷൻ പാസ് ചെയ്യാതെ ഈസി ആയിട്ട് മോഷൻ പോകാൻ വേണ്ടിയിട്ട് പാകത്തിന് നിങ്ങൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ മോഷൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടോ നിങ്ങൾ മോഷൻ പോകാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കാട്ടോ. ഫിസിഷ്യനെ കണ്ടിട്ടാണ് നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയണം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നും ഓവുലേഷൻ ടൈം കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുക കേട്ടോ.
അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ യൂട്രസിലോട്ട് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്, നേരെ മറിച്ച് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ആ ഒരു ഞരമ്പുകളെല്ലാം തന്നെ നമ്മൾ ആ ഒരു ഡെവലപ്പായി വരുന്ന ഓരോ സ്റ്റേജിലും അതിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകുന്നതല്ലാതെ ഇതിനൊരു വികാസം പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ സംഭവിക്കുന്നില്ല. വികാസം സംഭവിക്കാത്തത് നോർമലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ആണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രഗ്നൻസിയുടെ ആ ഒരു 9 months എന്ന് പറയുന്നത് നമ്മുടെ ബേബിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ നടക്കും. ഇങ്ങനെ ബേബി ഒന്ന് നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഡെലിവറിക്ക് വേണ്ടിയിട്ടും ബേബിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ള എല്ലാ ശരീരഭാഗങ്ങളും പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടും ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് മറ്റുള്ള അവയവങ്ങളിലോട്ടുള്ള പമ്പിങ് കൂടാനായിട്ട് ചാൻസ് ഉണ്ടെന്നല്ല, കൂടും. അങ്ങനെ കൂടിയാൽ മാത്രമേ കുഞ്ഞിന് വളരാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് നമ്മുടെ ജെനിറ്റൽ ഏരിയാസിലോട്ടും കൂടിയാണ്. കാരണം ഒരു നോർമൽ ഡെലിവറി എന്നുള്ളൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മുടെ ഒരു വജൈന വഴിയേ അത് നടക്കുകയുള്ളൂ. ആ ഒരു ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇപ്പോൾ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നു. ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ജെനിറ്റൽ ഏരിയയിൽ പെയിൻ അനുഭവപ്പെടാം കേട്ടോ. ഇത്രയും റീസൺസ് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈവറ്റ് പാർട്ടിൽ കുത്തുന്നത് പോലെയുള്ള ഒരു വേദന അനുഭവപ്പെടുന്നത്. ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ ഇപ്പൊ പറയുന്നുണ്ട്, ചേച്ചി ഈ ഒരു ലക്ഷണം ഉണ്ടായിട്ട് പോസിറ്റീവ് ആയിട്ടോ എന്നുള്ള കൺഫർമേഷൻ അല്ലെങ്കിൽ അവർ ഹാപ്പി ന്യൂസ് അവർ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വേദനകൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഈ വേദന വന്നു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് നോക്കാം. നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ പാകത്തിനുള്ള ഈസിലി അവയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുക. ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസും അതുപോലെ മലാസന പോലുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ആ ഭാഗമൊക്കെ ഒന്ന് വികസിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു. മാലാസന പോലെയുള്ള നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്കുള്ള എക്സസൈസുകൾ ആ സമയത്ത് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കുന്നു. ഒരുപാട് വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോട്ട് ബാഗ് വെച്ചിട്ട് ആ ജെനിറ്റൽ ഏരിയയിൽ ഒന്ന് പിടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരിക്കലും ഈ ഒരു വേദന എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയല്ല. അപ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനെ ആയിരിക്കും. പക്ഷെ ഒരുപാട് ഹെവി ആയിട്ട് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും റീസൺസ് അതിന്റെ പുറകിൽ ഉണ്ടാവാനും കാരണമായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വേദന വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക, വിശദമായിട്ടുള്ള ചെക്കപ്പ് നിങ്ങൾ നടത്തുക കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേദനകളൊക്കെ വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. ഏർലി സ്റ്റേജിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. ആ കാര്യം കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16 ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.